ഡിനൈഡ് എന്ന രണ്ട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ. കാരണം ഇതൊരു അസാധാരണമായ ഒരു കേസാണ്. സംസ്ഥാനത്തെ ഇതുപോലൊരു രാഷ്ട്രീയ നേതാവ്, ഇത്രയധികം സ്വാധീനമുള്ള, ഇത്രയധികം ശക്തിയുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന പരാതി വരുന്നു. ഏറ്റവും വലിയ വാർത്ത കൂടി പുറത്തു വരുന്നു. രാഹുൽ ഈ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനം ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യും. KPCCയുടെ നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായി ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ തീരുമാനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതിൽ ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്: രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു എന്ന വാർത്താക്കുറിപ്പാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് കൈവിട്ടതോടെ തന്നെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ എന്താകുമെന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. അതിനുള്ള കൃത്യമായൊരു മറുപടിയാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന്. ജാമ്യം ഇല്ല എന്ന വിവരം കോടതിയിൽ നിന്ന് പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ, അതായത് ഇത് തയ്യാറാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താകുമെന്ന്. അങ്ങനെയാണ് വിധിയെങ്കിൽ അത് തയ്യാറെടുത്തിരുന്നു കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും. ഇന്നലെ ഹൈക്കമാൻഡ് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിന് അറിയിച്ചിരുന്നു. കോടതി വിധിയും എതിരാകുമെന്ന കൃത്യമായ സൂചനകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇന്നത്തെ വാദങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികം. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിൽ തയ്യാറാക്കി വച്ചിരുന്ന ഒരു വാർത്താക്കുറിപ്പ് ഈ ജാമ്യം നിഷേധിച്ച മിനിറ്റുകൾക്കുള്ളിൽ പുറത്തിറക്കാൻ കോൺഗ്രസ് പ്രേരിപ്പിച്ചത്. അരുൺ, അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് കാരണമായിട്ടുള്ള പരാതിയല്ല കോൺഗ്രസിന് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം അതൊരു മ്യൂച്വൽ റിലേഷൻ ആയിരുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നതും ആ ബന്ധത്തിനിടയിൽ ഉണ്ടായ വിള്ളലുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് നയിച്ചതെന്നുമുള്ള രാഹുലിന്റെ വാദം പിന്തുണയ്ക്കുന്ന ചില നേതാക്കളെങ്കിലും കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ഏറ്റവും വലിയ തിരിച്ചടി പാർട്ടിയിലും നിയമത്തിനു മുമ്പിലും ആക്കിയത് രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർന്നു വന്ന വലിയ ഗുരുതര സ്വഭാവമുള്ള ബലാത്സംഗ ആരോപണമാണ്. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്ന യുവതി ആരാണെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ബോധ്യം വരികയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ബലാത്സംഗത്തിന്റെ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തതിന് പിന്നാലെ ആ പരാതിയിലെ പരാമർശങ്ങളും അതിന്റെ FIRന്റെ പകർപ്പും അടക്കം ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാക്കുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില കൂടുതൽ പരിങ്ങലായത്. അതുകൊണ്ടാണ് അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജി രാഹുലിന്റെ പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ നൽകുകയും ചെയ്തത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്, ഒരു അറ്റം മാത്രമാണെന്ന് പറഞ്ഞത് നേരത്തെ CP നേതാക്കളായിരുന്നെങ്കിൽ ഇന്ന് അത് പറഞ്ഞത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ്. പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ K മുരളീധരനാണ്. കോൺഗ്രസിന് അറിയാമായിരുന്നു, നേതാക്കൾക്ക് അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം വിപത്താണ് പാർട്ടിക്ക് ഉണ്ടാക്കുന്നത്, എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് എന്ന് മറ്റാരെക്കാളും നന്നായി കോൺഗ്രസ് നേതൃത്വത്തിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടിയിലേക്ക് പോയത്. ഒരു അർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടുകയാണെന്ന് കൂടി പറയേണ്ടതാണ്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം പാർട്ടി ഉണ്ടാകുമോ, ഇനിയും പരാതികൾ വരും, ഇനിയും ഇരകളുണ്ട്, ഇനിയും പരാതികൾ പല തലങ്ങളിലുണ്ട്. അത് വരുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു തന്നെയല്ലേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരു രക്ഷാ കവചം എന്ന രീതിയിൽ ഇപ്പോഴത്തെ നടപടി എടുത്തിരിക്കുന്നത്. ഇനി ആത്മവിശ്വാസത്തോടെ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾക്കിടയിൽ പ്രചാരണ വിഷയമാക്കി ഈ നിമിഷം മുതൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഉപയോഗിക്കാം. ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ അതിൽ വിചാരണ കോടതിയിലെത്തുന്നതിന് മുൻപാകെ, കോടതി അതിൽ വിധി പറയുന്നതിന് മുൻപാകെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് അതിൽ കൃത്യമായ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകൊടുക്കേണ്ടതില്ല, ഇനി കൈപ്പത്തിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇവിടെ ചേർത്ത് വായിക്കണം. അങ്ങനെയെങ്കിൽ ഈ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാകും. കോൺഗ്രസിന് ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കഴിഞ്ഞ ഒരു മിനിറ്റ് മുമ്പ് മുതൽ ഇല്ലാതായിരിക്കുകയാണ്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം, അതായത് നമ്മൾ നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയിൽ ആദ്യ വിധി ഉണ്ടാവും, പിന്നാലെ ജാമ്യം, ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോടതി നേരിട്ട് മുൻകൂർ ജാമ്യമില്ല എന്ന വിധിയിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു? ആ നിയമസങ്കീർണത എന്തായിരുന്നു?
അതിലേക്ക് വിശദാംശങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ വിധിയിലേക്ക് പോയത് നമുക്ക് ഇങ്ങനെ ഊഹിക്കാം, അതിങ്ങനെ അനുമാനിക്കാം. അതായത് പ്രതിഭാഗം രാഹുലിന്റെ അഭിഭാഷകൻ കരുതിയത് ഈ കേസിൽ വിധി പറയുന്നത് 8-ാം തീയതിയിലേക്ക് മാറ്റും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായും വിധി എഴുതി തയ്യാറാക്കണം, മറ്റ് ബാക്കി നടപടിക്രമമുണ്ട്. അതുകൊണ്ട് തന്നെ 8-ാം തീയതിയിലേക്ക് മാറ്റും. അങ്ങനെയെങ്കിൽ അതുവരെ തന്റെ കക്ഷിക്ക് താൻ ബാധിക്കുന്ന പ്രതിക്ക് സംരക്ഷണം വേണം, അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണം. അതായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. ആ സംരക്ഷണം തേടിയാണ് നോട്ട് ടു അറസ്റ്റ് എന്ന ഉപഹർജിയുമായി ഇന്ന് ശാസ്തമംഗലം അജിത്ത് കോടതിയെ സമീപിച്ചത്. ജാമ്യം നിഷേധിക്കുന്ന സൂചന ഒരുപക്ഷെ അത് ലഭിച്ചിരിക്കണം. പക്ഷേ കോടതി അവിടെ നിന്നും കടന്ന് മുന്നോട്ട് പോയി. 8-ാം തീയതി വരെ കാത്തിരിക്കുന്നില്ല. 8-ാം തീയതി വരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. 8-ാം തീയതി വിധി വന്നാൽ അത് ആർക്ക് അനുകൂലമാകുമോ അവർക്ക് രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ കഴിയും. ഏതായാലും കോടതി അത്തരം ഒരു രാഷ്ട്രീയ കളിക്ക് നിന്ന് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ പറയാം. ഒരു കാര്യം ഉറപ്പിക്കാം, സ്വയം ഒരു വൻമരമെന്ന് കരുതിയ, സ്വയം ഒരു വൻമരമെന്ന് പ്രഖ്യാപിച്ച, മാധ്യമങ്ങളെ പോലും മാധ്യമ ധാർമ്മികതയും എങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കണമെന്ന് പോലും പഠിപ്പിക്കാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബലാത്സംഗ കേസിലെ പ്രതിയെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബലാത്സംഗ കേസിലെ പ്രതിയെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്നു. ഇത് ഒരു കൃത്യമായ ഒരു വിധിയായി കാണണം. ഇരകൾക്ക് എതിരെ ആര് വന്നാലും, എത്ര ശക്തരായാലും, അവരുടെ സ്വാധീനം എത്രയുണ്ടെങ്കിലും അവർക്കെതിരെ നീതിപീഠം, നിയമമുണ്ടെന്ന ഇരകൾക്കൊരു സന്ദേശമായി കൂടി ഇത് കാണണം. ഇനിയും നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരും. കഴിഞ്ഞ ദിവസം KPC അധ്യക്ഷന് ACC നേതൃത്വത്തിന് പരാതി അയച്ച പെൺകുട്ടിയുടെ ആ കത്തിലെ പരാമർശങ്ങൾ നമ്മൾ വളരെ സങ്കടത്തോടു കൂടി ആശയോട് വായിക്കുകയുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു: എനിക്ക് പരാതി പറയാൻ ഭയമാണ്, എനിക്ക് പരാതി പറയാൻ പേടിയാണ്. പരാതി പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ സംഘടിതമായ ആക്രമണം. തനിക്കെതിരെ ആര് രംഗത്ത് വന്നാലും അവരെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ആക്രമിക്കും. അത് ഇരകൾ മാത്രമല്ല, അത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ആര് രാഹുൽ മാങ്കൂട്ടത്തിനും അയാളെ അനുകൂലിക്കുന്നവർക്കും എതിരെ രംഗത്ത് വന്നാലും അവരെ നിശബ്ദരാക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ സംഘടിതമായ ആക്രമണം നടത്തുന്ന രാഹുൽ മാങ്കൂട്ട ശൈലിക്ക് കൂടിയല്ലേ ഡാൻ ഇതോടുകൂടി ഒരു ചോദ്യചിഹ്നം ഉയർന്നു വരുന്നത്? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നിർവചനങ്ങൾ സ്വയം ചാർത്തിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിന്നിരുന്ന ഒരു യുവമുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിച്ചാൽ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പറഞ്ഞിട്ടും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിലയുറപ്പിച്ചിരുന്ന, അന്ന് രാഹുലിനെ അനുകൂലിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം മുൻകൈയെടുത്ത് നിന്നത്. അതായത് രാഹുലിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ VD സതീശൻ കൂടി രാജിവെക്കേണ്ട തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമായിരുന്നു. അങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്താണ് രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് കത്തിക്കയറുന്നു. അങ്ങനെ വലിയൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു മുഖമായി തന്നെ നിയമസഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നിൽക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളിൽ പെടുന്നത്. ഒരുപക്ഷെ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരന് വേണ്ട തരത്തിലുള്ള പക്വമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാതെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തോ അതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിന്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്, അറിയിച്ചത് ഇപ്പോഴാണ്. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും. രാഹുലിന്റെ ചെയ്തികൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ഉണ്ടാക്കിയോ? കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ്? പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPM-നെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുലിനെ സംരക്ഷിച്ചു വന്നിരുന്ന യുവ നേതാക്കളും ഇപ്പോൾ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൗഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട്. അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാം തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. രാജിവെക്കുന്നതാണ് നല്ലത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. ശരി.
യെസ്, സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് പ്രതികരണമാണ് പറയുന്നത്. എന്തായാലും കോടതി തീരുമാനം വരാൻ കാത്തിരുന്ന കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു എന്ന നിലപാട് അറിയിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കോടതി തീരുമാനം വന്നു മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് മുൻകൂർ തയ്യാറാക്കി വെച്ചിരുന്ന ആ റിലീസ് അവർ പുറത്തുവിടുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഇതിലുള്ള ഒരു പ്രത്യേകത, MLA സ്ഥാനം